അല്ല, ഇതൊരു സാംസ്കാരിക സംഗമമാണ്. ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ്, നമ്മുടെ സംവിധായകൻ, അതുപോലെ ആലപ്പി എസ് സി ആർ മഹേഷ്, നമ്മുടെ അവരിങ്ങനെ സ്നേഹത്തോടെ ക്ഷണിച്ചു. നാടകോത്സവവും മറ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്നു. ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. അല്ല, ഒരു രാഷ്ട്രീയ പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വേദിയിലോ അല്ല. ഏതാ ഒരു തീരുമാനമൊന്നുമില്ല. അങ്ങനെ പലരൊക്കെ നമ്മള് പല ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ട്. ഏതാ ചർച്ചകളൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അതെ, അത് ഇപ്പൊ ഈ തന്നെയാണ്, അഭ്യൂഹങ്ങൾ തന്നെയാണ്. അല്ല, എന്നോട് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചത് മുഴുവൻ സ്നേഹത്തെ കുറിച്ചാണ്, മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ്. ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആളാണ്. എനിക്കതിനകത്ത് ആരോടും എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ല. അല്ല, മനുഷ്യന് വേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ വേണം. അത് എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമാണ്. തീർച്ചയായും ദേശീയ തലത്തിൽ ഒരു ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം അത് ജീർണിച്ചു പോകരുത്. അത് നിലനിൽക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ആവശ്യമാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. അതൊരു എന്താണ്, ഒരു മറ്റ് പല മതേതരത്തിനെതിരായ ശക്തികൾക്കൊക്കെ എതിരെ ഉള്ള ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ ബദൽ എന്ന് പറയുന്നത് തന്നെയാണ്. എപ്പോഴും ഉണ്ട്. അത് ചെറു ഞാൻ അല്ലാതെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതാ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാൻ അതും പറഞ്ഞല്ലോ. ഇതെല്ലാം ഈ ഒരു എന്താണ്, ഒരു വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാനുള്ള ശക്തികളാണ്. തുല്യ പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ അതിന് ഏറ്റവും വലിയ ഒരു സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ബദൽ അതാണ് കോൺഗ്രസ്. ഏതർത്ഥത്തിലാണ്? ഏതാ ഞാൻ ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക് പങ്കെടുത്തതാണോ? അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. എന്നെ അവിടെ നിന്ന് മാറ്റിയോ പുറത്താക്കിയോ എന്നുള്ളതല്ല എന്റെ വിഷയം. ആ മാറ്റിയ രീതി, ഒരാളെ ഞാനൊരു 2022 വൈസ് ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. 2022 അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് 2024 കാലത്താണ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ്ടൊരു 3 വർഷത്തിലധികം വൈസ് ചെയർമാനായും ചെയർമാനായും 3 വർഷത്തിലധികം പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളെ അവിടെ നിന്ന് മാറ്റുമ്പോ അതറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണോ അറിയേണ്ടത്? അതാണ്, അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കലാപ്രവർത്തകൻ, കുറെ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാള്. അപ്പൊ ഞാൻ നൽകിയ സിനിമാ മേഖലയ്ക്ക് വലിയ സംഭാവനകളെ കുറിച്ചൊന്നും പറയണ്ട, അതൊന്നുമില്ല. പക്ഷെ എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിട്ടും കൃത്യമായും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും സത്യസന്ധമായും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഒന്ന് പറയണ്ടേ, പറഞ്ഞു വിടണ്ടേ? അങ്ങനെ വിട്ടിട്ടില്ല. അത് ഒരു ദിവസം പത്രത്തിലൂടെ ഞാൻ കാണുന്നു, ഞാൻ അവിടെ ഇല്ല. അതാണ് എന്റെ വിഷയം. അല്ലാതെ ഈ എന്നെ അവിടെ നിന്ന് മാറ്റിയതിന്റെ വിഷയമേ അല്ല, അതല്ല എന്റെ വിഷയം. വിട്ടത് എന്റെ അഭിമാനത്തെ വല്ലാതെ മുറിവേറ്റു എന്നുള്ളതാണ് എന്റെ വിഷയം. അതുകൊണ്ടാണ് കോൺഗ്രസ് എടുക്കുക എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. ഞാൻ KSU പ്രവർത്തകനായിരുന്നു. KSU പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ KSU നാഷണൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആളാണ്. എന്റെ അച്ഛന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കോൺഗ്രസോട് എനിക്ക് അകൽച്ചയൊന്നുമില്ല. എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടുകൊണ്ടല്ല ചലച്ചിത്ര അക്കാദമിയിൽ നിയമിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എവിടെയും ഒരു രാഷ്ട്രീയത്തെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ ചേർന്നതല്ല. ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് തന്നെ അവിടെ ആക്കിയതല്ല. എന്റെ ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകൾ, ഇതൊക്കെ കണ്ടിട്ടാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ വൈസ് ചെയർമാന്റെ സ്ഥാനത്തേക്ക് എന്നെ നിയമിച്ചത്. അവിടെയും നിങ്ങൾ പറയും ഏതാണ്ട് 35 വർഷത്തോളം ഈ ഒരു സഹയാത്രികനായി തുടർന്ന ആൾ.
എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ സഖാവ് കൃഷ്ണപിള്ള സിനിമ ചെയ്യുന്നു. അതോടുകൂടി ഒരു ഇടതുപക്ഷത്തോട് സഹകരിച്ച് ആ ഒരു പക്ഷം ചേർന്ന് പോകുന്ന ഒരാൾ. ആ 35 വർഷത്തിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഒരു സ്ഥാനത്ത് അവരെന്നെ ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഒരു സേവനം ഞാൻ ചെയ്തു എന്നുള്ള സത്യമാണ്. അവിടെ എന്നെ വിളിച്ചു, ഞാൻ പോയി കൃത്യമായി അത് ചെയ്തു. അവിടെ പോലും ആ ഒരു വൈസ് ചെയർമാന്റെ ഒരു നിയമനത്തിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ട് ഏതാണ്ട് അത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പദവിയിൽ പോയി ജോയിൻ ചെയ്തതുപോലെ. നിങ്ങൾക്കത് രേഖകൾ പരിശോധിക്കാം. അവിടെ പോലും ഞാൻ അങ്ങനെ വലിയ താല്പര്യം കാണിച്ചത് എന്നെ വിളിച്ച ഉടനെ പോയി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മാറിയിട്ട് ഞാനിപ്പോ ഒരു 6 മാസത്തോളമായി ഒന്നും ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാനിപ്പോ ഈ സച്ചിദാനന്ദ മാഷിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച്, ഗവൺമെന്റിനെതിരെ നിശ്ചിതമായി വിമർശിച്ചതിനെ കുറിച്ച് വാർത്ത വന്നപ്പോൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങളൊരു ആശാസമരത്തെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി. ഗവൺമെന്റിനെ ഇങ്ങനെ വിമർശിച്ച ഒരാളെ അവിടെ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനും അതൊരു ഇരട്ട നീതിയല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആലോചിച്ചപ്പോൾ അതിനകത്തൊരു ഇരട്ട നീതി ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഒന്നും പ്രതികരിച്ചില്ലല്ലോ. ഞാൻ വളരെ നിശബ്ദമായിരുന്ന ഒരാളല്ലേ. അപ്പോഴാണ് ഇങ്ങനെ വന്നത്. അത് പിന്നെ വാർത്തയായി, അത് ആ രീതിയിലേക്കൊക്കെ മാറി. ഇവിടെ ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി മാറി വേറെ എവിടെയെങ്കിലും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്നും മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഏതാ അതൊക്കെ ഞാനും ഇങ്ങനെ കണ്ടു, വാർത്തകളിൽ കണ്ടു. അല്ലാതെ അങ്ങനെ ഒരു ചർച്ചയും എവിടെയും നടന്നിട്ടില്ല. ഏതാ അല്ല, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും കൂടി പ്രശ്നമുണ്ടായിരുന്നു. നമുക്കൊരു അഭിപ്രായം പറയുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു സ്പേസ് കലാപ്രവർത്തകന് ഉണ്ടാകണം. അതാണ്. അങ്ങനെ ഞാനൊന്നും മുൻകൂട്ടി നിശ്ചയിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ജീവിത വിജയങ്ങളൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാനിങ്ങനെ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒന്നുമല്ല ജീവിതം സംഭവിച്ചത്. ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കും, നാളെ ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ, മനുഷ്യരുടെ കാര്യമൊക്കെ അങ്ങനെയാ, അതൊന്നും പറയാൻ. അപ്പോ നാളെ എന്താണ് ഒന്നും പറയാനില്ല. അപ്പൊ നാളെ എന്ത് സംഭവിക്കാതെ ദൈവനിശ്ചയം പോലെ സംഭവിക്കും. അത്രയേ ഉള്ളൂ. ഏതാ അങ്ങനെ ഒരു ഓഫറും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള അത്രയും ചില പരിഗണനകൾ കിട്ടുമെന്നൊക്കെയുള്ള ചില അവര് പറയുന്നുണ്ട്. അത്ര അല്ലാതെ ഒരു സംഭവമില്ല. ഞാനതാ പറയാം, ഞാനൊന്നും ഇന്ന് ഉള്ള കാര്യം ഞാൻ പറയാം. നാളെ എന്നുള്ളത് എന്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഇപ്പൊ ഒന്നും പറയാനില്ല. ഇതൊരു അങ്ങനെ പറയാനുള്ള ഒരു വേദിയുമല്ല. നാളെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നമുക്ക് കാണാം. നാളെ